ഗർഭപാത്രത്തിന്റെ തുന്നൽ വിടുക, റപ്ചർ യൂട്രസ് എന്നൊരു പ്രധാനപ്പെട്ട അപകടവും ഇതിന്റെ പുറകിലുണ്ട്. ദേഹം ദേവാലയം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ദീപ്തി, തൃശൂർ സൺ മെഡിക്കൽ സെന്ററിൽ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെയും നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം, ഒരു പ്രസവം സിസേറിയൻ ആയിപ്പോയി, അടുത്തത് സുഖപ്രസവം ആക്കാൻ പറ്റുമോ? ആദ്യത്തെ പ്രസവം എന്തുകൊണ്ട് സിസേറിയൻ ആയി എന്നതനുസരിച്ചിട്ടാണ് അടുത്തതിൽ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്രസവം സിസേറിയൻ ആവാനുള്ള കാരണങ്ങൾ നമ്മൾ ഒന്നുകൂടി നോക്കും. ഗർഭപാത്രം വികസിക്കാത്തത് കൊണ്ട്, കുട്ടി ഇറങ്ങി വരാത്തത് കൊണ്ട്, എല്ലിന്റെ ഘടന ശരിയല്ലാത്തത് കൊണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഗർഭിണികളാണെങ്കിൽ അടുത്തതും പ്രസവിക്കാൻ സാധ്യത കുറവാണ്. നേരെ മറിച്ച് ആദ്യത്തേത് സുഖമായി പ്രസവത്തിലേക്ക് നീങ്ങുകയായിരുന്നു, പെട്ടെന്ന് കുട്ടി മഷി ഇറക്കി, അല്ലെങ്കിൽ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റി, അതല്ലെങ്കിൽ കുട്ടി ബ്രീച്ച്, അതായത് തിരിഞ്ഞാണ് കിടന്നിരുന്നത്, ഇങ്ങനെയുള്ള ഗർഭിണികളാണെങ്കിൽ അടുത്ത തവണ നമുക്ക് പ്രസവത്തിന് ശ്രമിക്കാം. പക്ഷേ ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ സിസേറിയൻ, ആദ്യത്തേത് സിസേറിയൻ കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിന് ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ ശ്രമിക്കുന്നതിന് പറയുന്നത് ട്രയൽ ഓഫ് ലേബർ ആഫ്റ്റർ സിസേറിയൻ, ടൊലാക് അല്ലെങ്കിൽ വി ബാക്ക്, വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ എന്നാണ്. ഇതിന് ഒരുപാട് ശ്രദ്ധയും ഒരുപാട് സന്നാഹങ്ങളും വേണം. രണ്ടാമത്തെ ഗർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഡേറ്റ് അടുക്കുമ്പോൾ കുട്ടിയുടെ തല ഇറങ്ങി വരുന്നുണ്ടോ, അതിനുള്ള സാധ്യതകളുണ്ടോ, ഗർഭിണിക്ക് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, പ്രഷർ, ഷുഗർ എന്നിവയുണ്ടോ, കഴിഞ്ഞ കുട്ടിയെക്കാട്ടിലും തൂക്കം കൂടുതലാണോ, കഴിഞ്ഞ പ്രസവത്തിന്റെ സമയത്തുള്ള സ്റ്റിച്ചിന്റെ രീതി എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. മരുന്ന് വെച്ച് നോക്കാറുണ്ട്. സിറ്റുവേഷൻസ് ഐഡിയൽ ആണെങ്കിൽ മരുന്ന് വെച്ച് നമുക്ക് ശ്രമിക്കാവുന്നതാണ്. പക്ഷേ ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ലേബറിലേക്ക് പോവുകയോ കുട്ടിയുടെ തല താഴോട്ട് വരാതെ സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്താൽ ഗർഭപാത്രത്തിന്റെ തുന്നൽ വിടുക, റപ്ചർ യൂട്രസ് എന്നൊരു പ്രധാനപ്പെട്ട അപകടവും ഇതിന്റെ പുറകിലുണ്ട്. അതിന് സൗകര്യമുള്ള ആശുപത്രികളിൽ, അതായത് മിനിറ്റുകൾക്കുള്ളിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാവണം, ബ്ലഡ് ബാങ്ക് ഫെസിലിറ്റി ഉണ്ടാവണം, നിയോനെറ്റോളജിസ്റ്റ് ഉണ്ടാവണം. ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ മാത്രമേ ആദ്യത്തേത് സിസേറിയൻ ആണെങ്കിൽ രണ്ടാമത്തേത് പ്രസവത്തിന് ശ്രമിക്കാവൂ. ഇനി 2 സിസേറിനും 3 സിസേറിനും കഴിഞ്ഞാൽ കഴിയുന്നതും ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം റപ്ചർ യൂട്രസ് കുഞ്ഞിന്റെ മാത്രമല്ല അമ്മയുടെയും ജീവൻ അപകടത്തിലാക്കും.